നിങ്ങൾക്കറിയാമോ എന്റെ അതിക്രമ നിമിത്തം മുറിവേറ്റവൻ എന്ന പാട്ടിന്റെ വരികൾ കേട്ടിട്ടുണ്ടോ? എനിക്കായി രക്ഷ നൽകിയോനെ, എന്നെ വീണ്ടെടുത്തവനെ, നിനക്കായി ഞാൻ നിന്നും ജീവിക്കും, നിനക്കായി ഞാൻ നിന്നും ജീവിക്കും. ഈ പാട്ട് പാടിയ പാട്ടുകാരൻ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഗിറ്റാറിസ്റ്റാണ്. ക്യാൻസർ വന്ന് തിരുവനന്തപുരം ക്യാൻസർ ആശുപത്രിയിൽ കിടക്കുമ്പോൾ അവിടെ കിടന്ന് കരഞ്ഞു, കർത്താവിനെ എനിക്ക് ഒരു പോലെ ആയുസ് കൂടി തരികയാണെങ്കിൽ ഞാൻ നിന്നെ സേവിക്കാം. മരണത്തോട് അടുത്ത് നിൽക്കുന്ന സമയത്ത് കർത്താവ് തന്നെ കിടക്കയിൽ സൗഖ്യമാക്കി. ആ കിടക്കയിൽ കിടന്ന് താൻ എഴുന്നേറ്റിരുന്ന് എഴുതിയ പാട്ടാണ്. അപ്പൊ ആ പാട്ടിന്റെ സാഹചര്യം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാടിപ്പോ. എന്നതിക്രമം നിമിത്തം മുറിവേറ്റവനെ, എന്നതിക്രമം നിമിത്തം തകർന്നോനെ, എനിക്കായി രക്ഷ നൽകിയോനെ, എന്നെ വീണ്ടെടുത്തവനെ, നിനക്കായി ഞാൻ എന്നും ജീവിക്കും, നിനക്കായി ഞാൻ എന്നും ജീവിക്കും. അറുക്കപ്പെട്ട കുഞ്ഞാടിനെ പോലെ അന്ന് എന്റെ പാപം ചുമടുതാങ്ങി നീ ബലിയാൻ. അറുക്കപ്പെട്ട കുഞ്ഞാടിനെ പോലെ അന്ന് എന്റെ പാപം ചുമടുതാങ്ങി നീ ബലിയാൻ. നിന്റെ വേല ചെയ്യുവാൻ, വിശിഷ്ടവേല ചെയ്യുവാൻ, നിനക്കായി ഞാൻ എന്നും ജീവിക്കും, നിനക്കായി ഞാൻ എന്നും ജീവിക്കും. നിങ്ങളുടെ രാജ്യത്ത് ഞാനിവിടെ നിൽക്കുമ്പോൾ ഒരു പ്രാവശ്യം കൂടി കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. എന്റെ 23-ാമത്തെ വയസ്സിലാണ് ഞാൻ കർത്താവിനെ അറിഞ്ഞത്. ബാംഗ്ലൂര് ബദലേജി ചർച്ചിൽ പാസ്റ്റർ നെവറീസിന്റെ കൈക്കീഴിലെ സ്നാനപ്പെട്ട് അവിടെ ഒരു വർഷം കഴിഞ്ഞ് കർത്താവിന്റെ വെയിലൊക്കെ ഇറങ്ങുമ്പോൾ ഞാൻ ഒരിക്കലും ഓർത്തില്ല ഇവിടെ എല്ലാം വരുമെന്ന്. എന്നാൽ കർത്താവിനെ സേവിച്ചതുകൊണ്ട് ലഭിച്ച നന്മകളും കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയത് കൊണ്ട് ലജ്ജിക്കാതെ ഇവിടെ വരെ എത്തിയത് ഓർത്ത് രാത്രി ഞാൻ എന്റെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ ഈ യോഗത്തിലേക്ക് ക്ഷണിച്ച കർത്താവിന്റെ ദാസനോടും മറ്റുള്ള സഹശുശ്രൂഷകരോടും ഇന്നു മുതൽ എന്നെ ശ്രമിക്കുവാൻ ദൈവസന്നിധിയിൽ കർത്താവിനെ ശ്രമിക്കുവാൻ ദൈവസന്നിധിക്കുന്ന ദൈവമക്കളോടുള്ള വന്ദനം ഞാൻ അറിയിക്കട്ടെ. എല്ലാവരും ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്ത് ഇന്നലെ വരെ ഇവിടെ പ്രസംഗിച്ചത് കർത്താവിന്റെ ദാസൻ ബിജു എന്റെ സഭാചാരത്തിൽ ആദ്യം ലഭിച്ച ആത്മീയ സന്താനമാണ്. അതേപോലെ പറഞ്ഞൊന്നറിയില്ല, പറഞ്ഞു. ഞാൻ പറഞ്ഞ വീട്ടിൽ തീ വെക്കാൻ വന്നവന് അവസാനം അത് പറഞ്ഞു ഇല്ല. എനിക്ക് മുമ്പുണ്ടായിരുന്ന ഒരു പാസ്റ്റർ ടോമി എന്ന പേര്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് ഇദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ബിജു പാസ്റ്ററിന്റെ മൂത്ത ജ്യേഷ്ഠൻ ആ സഭയിൽ ചെന്ന് രക്ഷിക്കപ്പെട്ടു. ആ വൈരാഗ്യത്തിന് കത്തോലിക്കനായിരുന്ന അപ്പൊ തന്നെ ഒരു ഗുണ്ടയാണ്, കൊട്ടേഷൻ ടീമിലുണ്ട്, കഞ്ചാവ് വിൽപ്പനയുണ്ട്,
ഇത്രയും സംഭവം കൂടി ഒരുമിച്ചുകൊണ്ടൊരു പുള്ളിക്കാരനെ ഇത് സഹിച്ചില്ല. വീടിന്റെ അടുത്താണ് ഈ പാസ്റ്റർ ഓല ഷെഡിലാണ് പാർക്കുന്നത്. താഴെ മണ്ണ്, സൈഡിൽ ഓല, മുകളിൽ ഓല. അതിനകത്ത് പാർക്കുമ്പോൾ എന്നാൽ ഈ പാസ്റ്റർ ഇവിടെ ഓടിക്കണമെന്ന് പറഞ്ഞു ഒരു രാത്രി ചെന്ന് ആരുമില്ലാത്ത സമയത്ത് ചെന്ന് തന്റെ കട്ടിലിന്റെ കീഴെ പടക്കം കൊണ്ടുവന്ന് വെച്ച് തീ കൊടുത്ത് അതോടുകൂടി പേടിച്ച ആ ദൈവദാസൻ അവിടെ പോയി. പകരം ചെന്നവരാണ്. പകരം ചെന്നവരാണ്. എന്നാല് അതൊരു ഓണ സമയത്താണ് ഞാൻ അവിടെ ചെല്ലുന്നത്. നോക്കുമ്പോ ഓണത്തിന്റെ ആ ആഴ്ചയിൽ മുണ്ട് ഇത്രയും എടുത്ത് കഴുത്തി കക്ഷം വരെ കുത്തിയിട്ട് ഒരു 10-25 ചെറുപ്പക്കാരായിട്ട് താനാരെന്ന് പറഞ്ഞിട്ട് കൈയടിച്ച് ഭയങ്കര ഡാൻസ് കളിച്ച് റോഡിൽ കൂടി തെറിപ്പാട്ടും പാടിക്കൊണ്ട് പോകുമ്പോ ബിജുവിന്റെ മൂത്ത ചേട്ടന്റെ മോൻ അജീഷിനോട് ചോദിച്ചു, മോനെ ആ പോകുന്നൊക്കെ ആരാ? ഇതെന്റെ അങ്കിളാ, മുന്നിൽ പോകുന്നതാണ് എന്റെ അങ്കിൾ. ഞാൻ നോക്കിയപ്പോ സഭയിൽ പാട്ട് പാടാനും കൈകൊട്ടാനും ആരുമില്ല. ഞാൻ എന്റെ ഭാര്യയോട് എനിക്ക് കൊള്ളാനും നല്ല ചെറുക്കനെ അവനെ കിട്ടി ഇത്രയും പിള്ളേരെ കിട്ടും. ഞാൻ ഭാര്യയുടെ കൈ കോർത്തു. എല്ലാവിധ അത്യാധുനിക സൗകര്യവും ഞങ്ങൾക്കുണ്ട്. വലഷണ്ടായതുകൊണ്ട് വെളിയിൽ പോകുന്നവരെ കാണാനുള്ള ഒരു സൗകര്യമുണ്ട്. ഈ ഓലക്കിന്റെ ഇടയിൽ നോക്കിയാൽ മതി. ഞാൻ എന്റെ ഭാര്യയുടെ കൈ കോർത്തുന്ന കർത്താവെ, അടുത്ത ഓണത്തിനുള്ളിൽ ഇവനെ സ്നാനപ്പെടുത്താൻ കൃപ തന്നെ. പിറ്റേ ഓണത്തിനുള്ളിൽ സ്നാനപ്പെടുത്തും. അവരെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിരിക്കുകയും ചെയ്യും. ആകെ സംഭവമാണ്, നമുക്ക് സമയമില്ല. ഒറ്റക്കൊക്കെ ഇരിക്കുമ്പോ നിങ്ങൾ വന്നേ പറയാൻ കഥ പറയാം. ബിജു പറഞ്ഞോ, ഞാൻ പറയുന്ന തമാശയൊക്കെ പറയുള്ളൂ. തമാശ പറയുന്നതല്ല, ഞാൻ എന്ത് പറഞ്ഞാലും ആൾക്കാർ ചിരിക്കും. എനിക്ക് അതിനൊരു പ്രശ്നമുണ്ട്. കാരണം ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായ അധിക സന്തോഷം. സന്തോഷത്തിന്റെ ആത്മാവ് ഇന്ന് മുതലുള്ള റിലീസാണ്. സമാധാനമുള്ളവർക്ക് ചിരിക്കാൻ കഴിയും. പല സമയത്തും ചെല്ലുമ്പോൾ പാസ്റ്റർമാര് പറഞ്ഞു, എല്ലാവരും ചിരിച്ചുകൊണ്ട് ഹല്ലേലൂയ പറ. ഇങ്ങനെ ചിരി ഭയങ്കര സൗഖ്യം കൊണ്ടുവരും. ചിരിക്കുന്നിടത്ത് ആത്മാക്കൾ യൗവനക്കാർ ഓടിക്കൂടും. ഈ പാർക്കിലും ഇന്റർനെറ്റിന്റെ മുമ്പിലും ഒന്നും അവരെ കാണത്തില്ല. ചിരിക്കുന്ന സമയം, സന്തോഷമുള്ള സമയം, കഥ പറയുന്ന സമയമല്ല, പൊട്ടച്ചൊല്ലും കളിവാക്കുമ്പോഴുള്ള സമയമില്ല, പരിശുദ്ധാത്മാവിന്റെ സന്തോഷം റിലീസാകുന്ന സമയം. ഒരു വർഷത്തിൽ അടുത്ത ഓണത്തിനുള്ളിൽ ബിജു രക്ഷിക്കപ്പെട്ടു. ഞാൻ എന്റെ വിശ്വാസം വർദ്ധിച്ചു. കർത്താവെ, അടുത്ത ഓണത്തിനുള്ളിൽ എന്റെ കൂടെ കർത്താവിന്റെ വേലക്കിറങ്ങണം. പിന്നത്തെ ഓണത്തിനുള്ളിൽ കർത്താവിന്റെ വേലക്കിറങ്ങി കേരളം മുഴുവൻ എന്റെ കൂടെ ഞാൻ കൊണ്ടുപോയി. ഇതുപോലെ ഞാൻ എന്റെ കൂടെ നടത്തിയ കൊണ്ടുപോയ ആരുമില്ല. അന്ന് കർത്താവിന്റെ വേലക്കിറങ്ങുന്ന സമയത്ത് ബിജുവിന്റെ വീട്ടിൽ 10 ദിവസം പട്ടിണിയായിരുന്നു, ഭക്ഷണമില്ലായിരുന്നു. വളരെ പാവപ്പെട്ട ഒരു കുടുംബം. ഞങ്ങൾക്കൊന്നുമില്ല. ചർച്ചയിൽ നിന്ന് എന്തെങ്കിലും തന്നാലേ ആകെ 10-12 പേരുള്ളൂ. യേശുവും മുക്കുവന്മാരും ശിഷ്യന്മാരും. ഇവര് മീൻ പിടിച്ചതല്ലേ, ഞാൻ അവർക്ക് അരി മേടിച്ചു കൊടുക്കും. അതായിരുന്നു അന്നത്തെ സഭ. അന്ന് സഭയിലെ ആകെ സ്തോത്രകാഴ്ച ഒരാഴ്ച മൊത്തം കിട്ടുന്നത് 40 രൂപയാണ്. അതുകൊണ്ട് ഇവർക്ക് അരി മേടിച്ചു കൊടുക്കണം, ഇവരുടെ കാര്യം നോക്കണം. പക്ഷേ അന്നുണ്ടായ സന്തോഷം, ഞങ്ങൾക്ക് ആ ഓലശക്തി കിടന്ന സന്തോഷം. ബിജുവിന്റെ ജ്യേഷ്ഠന്റെ വീട്ടിൽ ഒരു മീൻ പിടിച്ചിട്ട് വിൽക്കാതെ കിടക്കുന്ന ചാള ഉണക്കുന്ന ഒരു വലിയ പരമ്പുണ്ട്. ആ പരമ്പിലാണ് ഞങ്ങൾ കിടക്കുന്നത്. ബിജുവിന്റെ ജ്യേഷ്ഠന് കല്യാണത്തിന് ഉണ്ടാക്കിയ ഒരു തലേണിയുണ്ട്. പിള്ളേർക്കെല്ലാം ഒരു 18 വയസ്സൊക്കെ ആയി അന്ന് മൂത്ത മോക്ക്. അപ്പൊ 18-19 വർഷം പഴക്കമുള്ള ഒരു തലേണി അതാണ് വെക്കുന്നത്. യാക്കോബ് കരിങ്കല്ല് തലക്ക് കീഴ് വെച്ച് കിടന്നെന്ന് പറഞ്ഞാൽ അതുപോലെ കല്ല് പോലെയായി. അതാണ് ഞങ്ങൾക്ക് രണ്ടുപേരും കൂടി തരുന്നത്. ചാള ഉണക്കുന്ന പനമ്പേ കിടന്നുറങ്ങുമ്പോ കിട്ടിയ സന്തോഷം ഇന്ന് ഈ ദുബായിൽ വന്ന് ഇവിടെയുള്ള മുറികളിലോ ഇന്നുള്ള സൗകര്യങ്ങളൊന്നും കിട്ടുന്നില്ല. കാരണം അന്ന് ഉണ്ടായിരുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ രാത്രി 10 മണിക്ക് തുടങ്ങിയ നേരം വെളുക്കുന്നവരെ. ഇന്നിപ്പോ 2-3 മണിക്കൂറെ പ്രാർത്ഥിക്കാൻ കഴിയുന്നുള്ളൂ. അന്ന് 10 മണിക്കൂർ പ്രാർത്ഥിക്കുക.
അന്ന് ആരെങ്കിലും വിരൽ ചൂണ്ടി അവർ രക്ഷിക്കപ്പെടും. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് എന്തോരം പ്രാധാന്യമുണ്ട്. നമ്മളെന്ത് ചോദിച്ചാലും തരുന്നൊരു കർത്താവ്. അതിന്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം ഇവിടെ കണ്ടത്. 10 ദിവസം പട്ടിണി കിടന്ന ബിജു വീട്ടിലെ ദാരിദ്ര്യം എന്നോട് പറഞ്ഞില്ല. അറിഞ്ഞപ്പോ കരഞ്ഞുപോയി. അന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ എന്റെ അടുത്തിരിക്കുമ്പോ ഞാൻ ബിജുവിനോട് പറഞ്ഞു, മോനെ നീ ദൈവത്തിലേക്ക് ഇറങ്ങിയല്ലേ, ഭാരപ്പെടണ്ട, നിന്നെ അനേക രാജ്യങ്ങൾ ദൈവമായി. മാത്രമല്ല നീ എന്റെ കൂടെ പല രാജ്യങ്ങളിലും പോയി. പക്ഷെ അത് പറഞ്ഞത് 95-ലാണ്. 2013 സംഭവിച്ചു. ഈ യാത്രയിലാണ് സംഭവിച്ചത്. ഞാനത് ശിവാന്തോസ് പാസ്റ്ററിനോട് പറഞ്ഞു, ജോഷി പാസ്റ്റർ പറഞ്ഞു 3 കൊല്ലമായിട്ട് എന്നെ വിളിക്കുന്നു. അപ്പൊ ഞാൻ ഈ എല്ലാ വർഷവും വിളിക്കുമ്പോൾ ഒന്നിലും ഞാൻ ദോഹയിൽ അല്ലെങ്കിൽ മസ്കറ്റിൽ അല്ലെങ്കിൽ കുവൈറ്റിൽ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പൊ ഈ പ്രാവശ്യം പാസ്റ്റർ എന്നെ നേരത്തെ വിളിച്ചു. എന്തോ എനിക്ക് വരാൻ തോന്നി. ഞങ്ങളുടെ ചർച്ചിന്റെ പണിയെ കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ അമേരിക്ക പോണ്ടായിരുന്നു. ആ കാര്യങ്ങൾ ഏകദേശം ഒന്നും ഒത്തു വന്നില്ല. അതുകൊണ്ട് എനിക്ക് കുറെ ഫ്രീ ടൈം ഉണ്ടായിരുന്നു. ഏതായാലും ശിവാന്തോസ് പാസ്റ്റർ വെച്ച് വേറെ ആരെങ്കിലും വിളിക്കാനുണ്ടോ പാസ്റ്റർ പ്രയോജനപ്പെട്ടു. അവർ കുറച്ചു പേരുടെ പേര് പറഞ്ഞു. അപ്പൊ അവരൊക്കെ ഞാൻ സ്ഥിരം വിളിക്കുന്നതാണ്. ഞാൻ പറഞ്ഞ വിളിക്കാൻ പറ്റിയ ഒരാളുണ്ട്, CX ബിജു, ഫോട്ടോ വെച്ച്. ജോഷി പാസ്റ്റർ നന്നായിട്ട് അറിയാമോ? ഞാൻ പറഞ്ഞു നന്നായിട്ട് അറിയാം. ഞാൻ വിളിച്ചു. ഞാൻ പറഞ്ഞു നമ്പർ കൊടുത്തു. ശിവ പാസ്റ്റർ വിളിച്ചു. പുറകെ എന്നെ വിളിച്ചു, ജോഷി പാസ്റ്റർ ആർക്കൊരു നമ്പർ കൊടുത്തു. ഞാൻ പറഞ്ഞു കൊടുത്തു. പാസ്റ്റർ ഉണ്ടോ? ഞാൻ പറഞ്ഞു ഞാനുണ്ട്. എന്നാൽ ഞാനും ഉണ്ട്. ഒരു ആഴ്ചയായിട്ട് വിളിച്ചിട്ട് പാസ്റ്റർ പഴയ ഡയറി തപ്പി നോക്കി. പഴയ ഡയറി പണ്ട് 95-ലെ ഡയറി എടുത്തപ്പോ പാസ്റ്ററുടെ ദൂരം എഴുതിയിട്ട് കാണാം. അങ്ങനെ എന്നെ നടന്നു. ഒരു കാര്യം ദൈവം പറഞ്ഞാൽ ദർശനത്തിന് അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അടുത്തൊരു വാക്യമുണ്ട്, അത് താമസിച്ചാലും അതിനായി കാത്തിരിക്കുക. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പക്ഷം. താമസിക്കില്ലെന്ന് കേട്ടുമ്പോ താമസിക്കോ അതിനായി കാത്തിരിക്കും. അടുത്തത് എന്റെ തീരുമാനവും വിശ്വാസത്തിൽ. ഹബക്കൂക്ക് 2:2 ഞാൻ പറയുന്നത്. അവിടെ ഇംഗ്ലീഷിൽ ഒരു പരിഭാഷയിലുണ്ട്, നിന്റെ ദർശനം എഴുതുക, അത് വളരെ തെളിവായി വരയ്ക്കുക. ഓടിച്ചു വായിക്കാൻ തക്കവണ്ണം മലയാളത്തിൽ. പക്ഷേ നിന്റെ ദർശനം വായിച്ചാൽ മറ്റുള്ളവർ ഓരോരുത്തർക്ക് രീതിയിൽ നീ എഴുതുക. അതാണ് എന്റെ അർത്ഥം. നിന്റെ ദർശനം നീ എവിടെയെങ്കിലും വരച്ചു വെച്ചാൽ അത് വായിക്കുന്നവന് ഓടാൻ തോന്നണം. നിന്റെ വാക്തത്വങ്ങൾ ആരെങ്കിലും എടുത്ത് വായിച്ചാൽ അത് വായിക്കുന്നവരെല്ലാം ഞെട്ടിപ്പോകണം. അതുപോലെ നീ നിന്റെ ഡയറിയിലോ ഹൃദയത്തിലോ എവിടെയെങ്കിലും എഴുതി വെക്കുക. നിന്റെ അകത്ത് കിട്ടുന്ന വാക്തത്വങ്ങൾ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങളുടെ അകത്ത് വീഴുന്ന വചനങ്ങൾ നിങ്ങൾ വിശ്വസിക്കും. വിശ്വാസികളെ വിളിച്ചത് അൺബിലീവിംഗ് ബിലീവേഴ്സ് എന്നാണ്. വിശ്വസിക്കാത്ത ദൈവവചനമായിട്ട് ബന്ധമുണ്ടോ നമ്മൾ വളരാൻ തുടങ്ങും. വേദപുസ്തകം, ഞാൻ കുറച്ചുകൂടി വേദപുസ്തകത്തിൽ നിന്ന് നിങ്ങളോട് കുറച്ച് കാര്യം പറയും. നിങ്ങൾ അതിന് 100% കൂടി വിശ്വസിക്കുക. മോനെ അവിടെ നിന്നോ ഓണ നല്ല സുഖം. എന്റെ മോള് പാടിയ, ഞങ്ങള് ചർച്ചിലെ കൊയർ പാടിയ നല്ലൊരു ബാൻഡുണ്ട്. 10-20 CD കൊണ്ടുവന്നിട്ടുണ്ട്. കർത്താദാസം മനോജിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ദുബായിൽ നിന്നിട്ട് കൊണ്ടുവന്നത്. എന്റെ മോൾക്ക് ജന്മന 2 കണ്ണിന് കാഴ്ചയില്ലായിരുന്നു. എനിക്ക് കുറെ സാക്ഷ്യങ്ങൾ പറയാനുണ്ട്. 5 ഓപ്പറേഷൻ ചെയ്തിട്ട് കാഴ്ച കിട്ടിയില്ല. എന്നാൽ കർത്താവ് 10-ാം മാസം അവളുടെ കണ്ണ് തുറന്നു. അവൾ ജനിക്കുന്നതിന് മുമ്പ് എന്നോട് ദൈവം പറഞ്ഞു, തേജസ് എന്ന് അവൾക്ക് പേരിടണം. അവളൊരു പാട്ടുകാരിയാണ്. അവളുടെ കണ്ണ് ദൈവം
തുറന്നു. അവൾ മണിക്കൂറുകളിൽ അന്യഭാഷ പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് അവളുടെ ശബ്ദം അങ്ങോട്ട് മാറി. ഒരു പ്രായം വന്നു. പണ്ട് ദൈവം, എന്റെ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് ദൈവം പറഞ്ഞത് ഇപ്പൊ നിവൃത്തിയായി. അവളെ ചർച്ചിൽ വർഷിപ്പ് ലീഡ് ചെയ്യുന്നത്. ഗിറ്റാർ വായിക്കും, പാടും. ഇംഗ്ലീഷ് പാട്ടാണ് കൂടുതൽ പാടുന്നതെങ്കിലും ഇംഗ്ലീഷിന്റെ ഒരു 3 പരിഭാഷയൊക്കെ അതിനകത്തുണ്ട്. 7 പാട്ട് ഇംഗ്ലീഷാണ്. ദൈവം ഒരാൾക്ക് പാട്ട് കൊടുത്താൽ എങ്ങനെയാണെന്ന് നിങ്ങൾ കേൾക്കാൻ വേണ്ടി മാത്രമാണ്. നിങ്ങളത് 10-20 ഉള്ളു. അത് അദ്ദേഹം പ്രത്യേകിച്ച് ഇവിടെ പാടുന്ന വർഷിപ്പ് ചെയ്യുന്നവർക്ക് അത് വേണം. അത് കഴിഞ്ഞ് നിങ്ങളെല്ലാവരും കോപ്പി എടുത്തൊന്ന് കേൾക്കണം. കാരണം ദൈവത്തിന് ആരും ഉപയോഗിക്കാൻ കഴിയും. ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഞാൻ സാക്ഷി 3-4 ദിവസം ഉള്ളപ്പോൾ ഞാൻ പറയാം. ഞാൻ ഒരു മുഖവില പറയുകയാണ്. ഞാനിവിടെ വരെ എത്തിയത് ബൈബിൾ സ്കൂളിൽ ഒന്നും പഠിച്ചിട്ടില്ല. എനിക്ക് വേദപുസ്തകം അല്ലാതെ വേറെ ഒന്നും അറിയില്ല. കത്തോലിക്ക കുടുംബത്തിൽ നിന്ന് 21ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ടു വന്നതാണ്. തകർന്ന എല്ലാ രീതിയിലും തകർന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. ഇറങ്ങിയ കാലത്ത് മാറി എടുക്കാൻ ഒരു വസ്ത്രമില്ല. പൈപ്പിലെ വെള്ളം കുടിച്ച് 15 രൂപയുടെ ബൈബിളുമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അന്ന് എന്തുടുക്കുമെന്നുള്ള ദുഃഖമായിരുന്നു. ഇന്ന് ഏതൊടുക്കുമെന്നുള്ള ദുഃഖമാണ്. ദുഃഖം മാറിയിട്ടില്ല. അതുപോലെ ദൈവം ഞങ്ങൾക്ക് തന്നു. ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഭയങ്കര സന്തോഷം എന്റെ കർത്താവിനെ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. എനിക്ക് ഒരാളോട് മാത്രമേ രക്ഷിക്കപ്പെട്ട ശേഷം ശുശ്രൂഷയിൽ ഇറങ്ങിയിട്ട് വൈരാഗ്യമുള്ളൂ. അത് മാറുന്നില്ല. ഈ വാച്ച് കണ്ടുപിടിച്ചത് ഈ ഒരുത്തൻ കാണേണ്ട ഒരു വിഷയവും സമയത്ത് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി മീറ്റിംഗ് കഴിയുമ്പോൾ നേരം എടുക്കുന്നവരെ ദൈവവേലയിൽ വളരാൻ ആഗ്രഹമുള്ളവർ എന്റെ അടുത്ത് വന്നിരുന്നോ, ഞാൻ നേരം എടുക്കുന്നവരെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. വെള്ളിയാഴ്ച ഞാനിവിടെ പോകുന്നതിനുള്ളിൽ ഒത്തിരി പേര് ശുശ്രൂഷയിൽ ഇറങ്ങാം. അത് സാധ്യത. നിങ്ങളെ ഉപവാസമല്ലേ, വില കൊടുക്കാൻ തയ്യാറെങ്കിൽ വെറുതെ എന്റെ അടുത്ത് വന്നിരുന്നു. ഞാൻ കുറെ കാര്യങ്ങൾ പറയാം. 1.5 ലക്ഷം പേര് ഒരു മാസം സ്നാനപ്പെടുന്ന സൗത്ത് അമേരിക്കയിലെ സേസർ കാസ്റ്റിയാനോസിന്റെ സഭയിൽ ഒക്കെ പോയി ആ ചർച്ചുകളൊക്കെ പഠിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നിട്ടുണ്ട്. ഒരു മാസം 1.5 ലക്ഷം പേരെ സ്നാനപ്പെടുന്നത്. അതുപോലെ പല രാജ്യങ്ങൾ ദൈവം എന്നെ വിട്ട് കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ എന്റെ കണ്ണിന് മുന്നിൽ കാണിച്ചിട്ടുണ്ട്. ഞാനും വിജയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന പോയി നേരിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ശബരിമലയിലെ അയ്യപ്പൻ പിശാചി ഞങ്ങളുടെ നേരെ, എന്റെ ബിജുവിന്റെ നേരെ ഇറങ്ങി വന്നിട്ട് ബിജു പേര് ചാലറിയിട്ട് കരഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് ഞാൻ ബിജുവിനെ കൈവാർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു. വാള് പിടിച്ച ശക്തിയേറിയ ഒരു സൈന്യ ദൂതന്മാര് നേരിട്ട് ആ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ കോമ്പൗണ്ടിലോട്ട് ഇറങ്ങി വന്നു. ഇതെല്ലാം നടന്ന സംഭവം. ഒരു പുസ്തകം എഴുതാനുള്ള ചരിത്രം എന്റെ കർത്താവിനെ സേവിച്ചത് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ അടുക്കൽ വരുന്നവരെ ശുശ്രൂഷയിൽ ഒന്ന് എക്വിപ്പ് ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് ദൈവവേലയിൽ വളരാൻ ആഗ്രഹമുണ്ടോ? ഞാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ മാക്സിമം എന്നെ ചാറൂറ്റി ഒരു വണ്ടിയെ കയറ്റി ഒരു മോർച്ചറിയിലോട്ട് അങ്ങനെ തള്ളിക്കും. എന്നെ ശരിക്കും നിങ്ങൾ മുതലാക്കി. എനിക്ക് വെറുതെ ഇരുന്നാൽ ഞാൻ തൊഴിൽക്കൂടി. എനിക്ക് വെറുതെ ഇരിക്കുന്ന ഇഷ്ടമല്ല. എനിക്ക് ആരോടെങ്കിലും ദൈവവചനം പറഞ്ഞുകൊണ്ടിരിക്കും. കണ്ണു കളിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, നിരാത്രി ഞങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്നു. ഇവിടെ പറയുന്ന അനുഭവങ്ങളും ഇവിടെ പറയുന്ന വചനങ്ങളും ഈ തിരുസഭയ്ക്ക് പ്രയോജനമാണ്. അവരുടെ അകത്തൊരു വിശ്വാസത്തിന്റെ ചലനം ഉണ്ടാകണം. പ്രപഞ്ചത്തെ ചലിപ്പിക്കുന്ന അങ്ങയുടെ കരം, ചലിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനാ ജീവിതം, വിശ്വാസം, ഇതെല്ലാം ഇവരിൽ ഉളവാകും. കേൾക്കുന്ന വചനം ഇവർക്ക് ഉപകാരമായി ഭവിക്കണം. ഇവരുടെ അകത്ത് ശരിയായി ക്രിയ ചെയ്യണം. മാറി മാറി ദൈവദാസന്മാർ കയറിയിറങ്ങുന്ന സമയം പിന്നത്തേതിൽ അതൊരു പാരമ്പര്യമാകാറുണ്ട്. എന്നാൽ അതിലൂടെ വേണ്ട കർത്താവ് ദൈവകൃപയുടെ വല്ലഭത്വങ്ങളുടെ വെളിപ്പെടുത്താം. ഞങ്ങളുടെ ഭവനങ്ങൾക്ക് ചുറ്റും കാവൽ വേണം. നാട്ടിലെ ഭവനങ്ങൾ സഭയെ എല്ലാം ഏൽപ്പിക്കുന്നു. ഇവിടെയുള്ള പ്രിയപ്പെട്ടവരെ കുടുംബങ്ങൾക്ക് ചുറ്റും കാവലുണ്ടാകും. ഉപവാസ പ്രാർത്ഥന ഒരു ആത്മീയ യുദ്ധമാകുക. കർത്താവായ യുദ്ധത്തിൽ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഞങ്ങൾക്കെതിരെയുള്ള ഒരു ആയുധവും ഫലിക്കാത്തവരോട് യേശുവിന്റെ രക്തത്തിൽ എല്ലാവരും മുദ്രയുന്നു. കിഡ്നി കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുത സൗഖ്യം
ഞാൻ 2 കാര്യം നിങ്ങളോട് ഇന്ന് രാത്രി പറയാം, ബാക്കി തുറന്നുള്ള ദിവസങ്ങളിൽ പറയാം. ഒന്ന്, പ്രേയിങ് ഫെയ്ത്ത്. 2, സേയിങ് ഫെയ്ത്ത്. പ്രാർത്ഥിക്കുന്ന വിശ്വാസം. 2, പറയുന്ന വിശ്വാസം. കഥാദാസനോട് ഒരു വാക്ക് പറഞ്ഞു, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് ഒരു പ്രതിഫലം ഉണ്ടെന്നും വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ അടുക്കൽ വരിക എന്ന് പറയുന്നത് ദൈവ വചനത്തിന്റെ അടുക്കലാണ്. ദൈവം വചനമാണ്. ഒരിക്കലും സാഹിബ് പറഞ്ഞു, ക്ലീൻ ക്രിസ്ത്യൻസ് ഡാറ്റി ബൈബിൾ, ഡാറ്റി ക്രിസ്ത്യൻസ് ക്ലീൻ ബൈബിൾ. നല്ല ക്രിസ്ത്യാനിയുടെ ബൈബിൾ അഴുക്കായിരിക്കും. എന്താണ്? വായിച്ചു 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 അടയാളപ്പെടുത്തി ദിനകരൻ പറഞ്ഞത് 6 ബൈബിൾ പഠിച്ച് 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 6 ബൈബിൾ കിളിഞ്ഞു പോച്ചു. 6 ബൈബിൾ വായിച്ചു പഠിച്ച് 6 ബൈബിൾ കീറിപ്പോയപ്പോൾ ഈ കഴിഞ്ഞ തലമുറയിൽ അത്ഭുത മനുഷ്യരായി ദൈവം തന്നെ. നിന്റെ ബൈബിൾ അഴിക്കാറുണ്ടോ? നീ എത്ര ആത്മീയ നിലവാരമുണ്ടെന്നല്ല നിന്റെ ബൈബിൾ നോക്കിയാൽ മതി. ഇപ്പൊ ക്ഷമിക്കണം, ഈ സൂത്രമൊക്കെ വന്നതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പഴയ ഒരു ലോകം ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്ത് അതുകൊണ്ട് ഈ ഉപവാസ പ്രാർത്ഥനയിൽ ബൈബിൾ നന്നായിട്ട് നിങ്ങൾ വായിക്കണം. 1 മണിക്കൂറിന്റെ പ്രസംഗം കൊണ്ട് 21 ദിവസം നിങ്ങൾ എങ്ങനെ പോകും? അതുകൊണ്ട് ഒരു 15 അധ്യായമെങ്കിലും ഹോംവർക്ക് തരിക നിങ്ങൾ വായിക്കും. 2-3 മണിക്കൂർ നിങ്ങൾ നിർത്താതെ അന്യഭാഷയിൽ പ്രാർത്ഥിക്കും. വീണ്ടും 15 അധ്യായം വായിക്കണം. പുതിയ നിയമത്തിന് വായിച്ചു. ഈ ഉപവാസം കഴിയുമ്പോൾ നിങ്ങൾ അകത്ത് ഒത്തിരി സന്ദേശങ്ങളുണ്ടാകും. പിന്നത്തേതിൽ അനേക സ്റ്റേജുകൾ ദൈവം നിങ്ങളെ നിർത്തും. ആദ്യം നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം വളരെ നിർത്തും. അതോടുകൂടി ദൈവം നിങ്ങൾക്ക് ഒരു സാക്ഷ്യം തരും. ആ സാക്ഷ്യവും ഈ വചനവും ചേർത്ത് പിന്നത്തേതിൽ അനേക സ്റ്റേജുകൾ ദൈവം നിങ്ങളെ നിർത്തും. അതാണ് ശുശ്രൂഷ. കൈകൾ അടിച്ചു പ്രാർത്ഥിക്കുന്ന വിശ്വാസം. പ്രാർത്ഥിക്കാൻ എന്ത് വേണം? വിശ്വാസം വേണം. ശ്വാസം പോരാ, വിശ്വാസം വേണം. അടുത്തിരിക്കുന്നവരോട് പ്രാർത്ഥിക്കാൻ വിശ്വാസം. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെയല്ല, ഇന്നുവരെ പ്രാർത്ഥിക്കാത്ത രീതിയിൽ പ്രാർത്ഥിക്കുവാൻ. ഞാൻ ആ കിഡ്നി അസുഖമുള്ള കുഞ്ഞിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർക്കുകയാണ്. ബെഥേലിയ ചർച്ചിൽ ഞാൻ ബാംഗ്ലൂർ രക്ഷിക്കപ്പെട്ട് വന്നപ്പോൾ ഞാൻ അഭിഷേകം പ്രാപിച്ചിട്ടില്ല. ഞാൻ വന്ന സമയത്ത് പാസ്റ്റർ എം എ വർഗീസിന്റെ മകൻ ജോൺസൺ വർഗീസ് 5000 പേരുള്ള ഇംഗ്ലീഷ് ചർച്ചിന്റെ പാസ്റ്റർ 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അൻസൻ കെ സാമുവൽ ഇന്ന് കാനഡയിലാണ്. അദ്ദേഹത്തിന് 1000 സഭയുണ്ട്. 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. വിവിധ രണ്ടുപേരും പ്രാർത്ഥിക്കാനിരിക്കും. വേറെ ആരും ചർച്ചിൽ കൂടിയിരിക്കില്ല. അപ്പൊ പുതുതായിട്ട് വന്ന എനിക്ക് മുഴുവൻ ആർത്തിയാണ്. ആദ്യമായിട്ട് ബൈബിൾ കാണുന്നത്, ആദ്യമായിട്ട് ദുബായ് കണ്ടതുപോലെ ഭയങ്കര വെറി. എന്താണ് ഈ കെട്ടിടമൊക്കെ? ബൈബിൾ ഓരോന്ന് വചനം കേൾക്കാനായിട്ട് ദിവസം കിടപ്പ് ചർച്ചിലായി രക്ഷിക്കപ്പെട്ട ആത്മപോലെ. കാരണം എന്ത് വചനം കേൾക്കാൻ പറ്റും. അപ്പോഴാണ് ഞാൻ ചർച്ചിൽ കിടക്കാൻ വരും. ഞാൻ പാസ്റ്ററോട് ചോദിച്ചു, ഞാൻ ഈ ചർച്ചിനകത്ത് കിടന്നോട്ടെ, കാരണം എനിക്ക് ഇവിടെ കണ്ടത് സന്തോഷം. കാരണം പോലീസ് കേസിന് നാടുവിട്ടതാണ്. തകർച്ചയും ദുഃഖവും മാത്രം വീട്ടിലൂടെ ബൈബിൾ കേട്ടതോടുകൂടി എന്റെ ഹൃദയം നിർത്തണം. അപ്പോഴാണ് 2 ഇരുന്ന് ചെറുപ്പക്കാരെന്ന് പിള്ളേരെന്ന് പ്രാർത്ഥിക്കാൻ എല്ലാം കൂട്ടും. അപ്പൊ അവരെ അന്യഭാഷ, എനിക്ക് അന്യഭാഷയൊന്നുമില്ല. ഞാൻ പറഞ്ഞു, ഇതെങ്ങനെ പഠിച്ചത്? കുറെയൊക്കെ കേട്ട് നോക്കി, ഒന്നും പറയാൻ പറ്റുന്നില്ല. അവിടെ അന്യഭാഷ പറയും. പിന്നീട് അറിഞ്ഞത് ഇത് കാണാതെ പഠിക്കുന്നതല്ല, ഇത് ദൈവം തരുന്നതൊന്നും അറിയില്ല. കത്തോലിക്കനല്ല. ഇങ്ങനെ രക്ഷിക്കപ്പെട്ട് ഞാൻ ഇവിടെ കൂടി ഇരുന്നാണ് പ്രാർത്ഥിക്കും. എത്ര മണിക്കൂറാണെന്ന് അറിയാം? 10 മണിക്ക് തുടങ്ങിയാൽ നേരം ഒരു 6 മണി വരെ ഡെയിലി 1 വർഷം. ഏത് സഭകളും വളർന്നതിന്റെ പുറകിൽ, ഏത് മനുഷ്യനെ ദൈവം ഉപയോഗിച്ചതിന്റെ പുറകിൽ നിരന്തരമായ പ്രാർത്ഥനയിലൂടെ ഉണ്ടായ ഒരു ആത്മീക ഊർജ്ജമാണ്. 1 മണിക്കൂർ 2 മണിക്കൂറിന്റെ കഥയല്ലേ പറയുന്നത്. 10 മണിക്കൂർ 1 വർഷം ഉറപ്പില്ല. ഞാൻ ഈ പ്രാർത്ഥനയിൽ നേരെ ജോലിക്ക് പോകും. പിള്ളേര് സ്കൂളിലുണ്ട്. ഒരു ദിവസം രാത്രി
പാസ്റ്റർ മേവറീസിന്റെ ചർച്ചില് സാംകുട്ടി എന്ന് പറഞ്ഞ ഒരു ദൈവദാസൻ മരിച്ചുപോയി. അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഒരു വലിയ ചർച്ചിന്റെ പാസ്റ്ററായിരുന്നു. 2 കൊല്ലം മുമ്പ് മരിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ. അന്ന് സാംകുട്ടി ജോലി ചെയ്യുന്ന കാലം സാംകുട്ടിക്ക് ടൈഫോയിഡ് വന്നു. ബെൻസങ്കിരി എന്ന് പറഞ്ഞ സ്ഥലം 34 കിലോമീറ്റർ അകലെയാണ് ബെഥേൽ ചർച്ച്. അവിടെ വരെയും അപ്പൊ ഈ പ്രാർത്ഥന വിഷയം എല്ലാവർക്കും അറിയാം. ഇദ്ദേഹത്തിന് ടൈഫോയിഡ് ആണ്, മരണാസന്നനായി കിടക്കുന്നു, ആശുപത്രിയിൽ പോകത്തില്ല. പെന്തിക്കോസിന്റെ 4ാം തലമുറയാണ്. അദ്ദേഹത്തിന്റെ അപ്പന്റെ അപ്പൻ, അതിന്റെ അപ്പൻ മുഴുവൻ പാസ്റ്റർ. ഇവരാരും മരുന്നെടുത്തിട്ടില്ല. അതുകൊണ്ട് മരുന്നെടുക്കാതെ ഞാൻ മരിക്കും, ഇതാണ് പുള്ളിയുടെ തീരുമാനം. ജീവിക്കുമെന്നല്ല, ജീവിക്കുമെന്നുള്ള ഉറപ്പില്ല, മരിച്ചാലും. പക്ഷേ ഒരു രാത്രി അനുസൻ ഞങ്ങളോട് പറഞ്ഞു, നമുക്ക് സാംകുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അന്ന് കൈകോർത്തു. കർത്താവേ, ഒരു 2 മണിയായിരുന്നു. കർത്താവെ, ബെൻസഗിരി വരെ പോകാൻ ഞങ്ങൾക്ക് പറ്റില്ല, എന്നാൽ നിന്റെ ദൂതന്മാരെ അവിടെ അയക്കാൻ നിനക്ക് കഴിയും. അപ്പൊ ഇതൊക്കെ ഞാനിങ്ങനെ വണ്ടടിച്ച് കേൾക്കുകയാണ്. ദൂതന്മാർ പോകും, നമ്മൾ പോകുന്നതിന്. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്ക് വേണ്ടി, 3 പേരിങ്ങനെ കൈകോർത്ത് നിൽക്കുക, ഞങ്ങൾക്ക് 3 പേർക്ക് വേണ്ടി 34 കിലോമീറ്റർ അകലെ ഈ സമയം 3 ദൂതന്മാർ ഇറങ്ങട്ടെ. അന്ന് ബെഥേൽ ചർച്ചിന്റെ പണി നടക്കുകയാണ്. ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞാൻ ജോലിക്ക് പോയി, പിള്ളേർ സ്കൂളിൽ പോയി. പിറ്റേ ഞായറാഴ്ച സഭായോഗത്തിന് ഞങ്ങൾ ഇരുന്ന് പാട്ടുപാടി. സാക്ഷ്യത്തിന്റെ സമയമുണ്ട്. സാക്ഷ്യത്തിന് ആളുകളോട് വിളിച്ചു. ഒരു മനുഷ്യൻ ഓടി സ്റ്റേജിൽ കയറും. പാസ്റ്ററോട് മൈക്ക് തട്ടിപ്പറിച്ച് മേടിച്ചു. നോക്കുമ്പോ സാംകുട്ടി എന്നിട്ടിട്ട്, എന്റെ ദൈവമക്കൾ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്, കരയുകയാണ്. എന്താ? കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി 2 മണിയായപ്പോൾ ഞാൻ ആരുമില്ലാത്തവനായി, ബാച്ചിലറാണ്, ഒറ്റയ്ക്ക് കിടക്കുകയാണ് ഒരു കൊച്ചു വീട്ടിൽ. കർത്താവേ, എനിക്ക് ആരുമില്ല, എന്റെ കുടുംബത്തിൽ ആരും മരുന്നെടുത്തിട്ടില്ല, മരുന്നെടുത്ത് എടുക്കാതെ മരിക്കാം. പക്ഷേ നിനക്ക് വേണമെങ്കിൽ നിനക്ക് എന്നെ സൗഖ്യമാക്കാൻ കഴിയും. ഒരു ഡോക്ടറെ ഞാൻ ആശ്രയിക്കുന്നില്ല, നേഴ്സിനെ ഞാൻ ആശ്രയിക്കുന്നില്ല, മരുന്നിനെ ആശ്രയിക്കുന്നില്ല. നിന്റെ കാലം വലുതാണ്, നിന്റെ ദൂതന്മാരെ അയക്കാൻ കഴിയും. ഞങ്ങളിവിടെ പ്രാർത്ഥിക്കുമ്പോൾ സാംകുട്ടിമാര് കട്ടിലേക്ക് കിടന്നു പ്രാർത്ഥിക്കുക. പെട്ടെന്ന് 3 ദൂതന്മാർ നേരിട്ട് അപ്പടിയിൽ ഇറങ്ങി. ഞങ്ങൾ 3 പേരെ കൊണ്ടുവന്നിരിക്കുകയാണ്. 3 ദൂതന്മാർ ഇറങ്ങി വന്നിട്ട്, ഒരു ദൂതൻ ഇടത്തും, ഒരു ദൂതൻ വലത്തും, ഒരു ദൂതൻ തലക്കിലും. വലത്തു നിന്ന ദൂതൻ കട്ടിലേക്ക് കുനിഞ്ഞിട്ട് സാംകുട്ടി എഴുന്നേൽക്കാന്ന് പറഞ്ഞു. സാംകുട്ടി എഴുന്നേറ്റു. 3 ദൂതന്മാർ അപ്രത്യക്ഷമായി. പൂർണ്ണമായിട്ട് സാംകുട്ടി സൗഖ്യമായി. എന്റെ ദൈവമേ, പ്രാർത്ഥന കൂട്ടണം, ഇത് പോരാ. ഇങ്ങനെ കുറെ സംഭവങ്ങൾ എന്റെ കണ്ണിന്റെ മുമ്പിൽ കണ്ടു. അന്ന് ബെഥേൽ ചർച്ചിൽ 70 പേരേ ഉള്ളൂ, ഇന്ന് 15,000 പേര്. അന്ന് പാസ്റ്റർ മേവറീസ് ജോലി ചെയ്യുന്നു. ഇന്ന് അനുസരിച്ച് 1000 സഭയുണ്ട്. ആഫ്രിക്കയിൽ 200 സഭ, ആന്ധ്രയിൽ 550 സഭ. അന്ന് മുട്ടുകുത്തിയവരെല്ലാം ദൈവം പാലിച്ചു. അന്ന് മുട്ടുകുത്താത്തവരൊക്കെ ഇന്ന് മുട്ടുകുത്തിയ പലർക്കും ഒരു കർത്താവിന് വേണ്ടി നമ്മൾ ദൈവസന്നിധിയിൽ മുടക്കുന്ന സമയമില്ലേ, അത് ഒരു ഇൻവെസ്റ്റ്മെന്റ്. ഒരിക്കലും നഷ്ടമല്ല. ഇന്ന് ഉപവസിക്കാൻ അവസരം കിട്ടിയവരെ കൈവരിച്ച് ശരീരിച്ച് അന്യഭാഷ ലഭിച്ചു, അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് ചാരിറ്റബിൾ പ്രവർത്തനത്തിന്റെ പേരിൽ പോകുന്ന ചില ഗ്രൂപ്പുകൾ ചെല്ലുന്നിടത്ത് അസാധാരണമായ വീര്യ പ്രവർത്തികൾ നടന്നിട്ട് വളർന്നിരിക്കുന്ന അസ്ഥികളല്ല നിവരുന്നത് പോലെ കർത്താവ് ഒരു വെളിപ്പാട് തരുന്നു. അസാധാരണമായ ഒരു ആത്മീക ശുശ്രൂഷ
പ്രാർത്ഥന പ്രപഞ്ചത്തെ ചലിപ്പിക്കുന്ന ദൈവത്തിന്റെ കരത്തെ ചലിപ്പിക്കും. ഏതാണ് പറയുന്നത്? പ്രസംഗമാണോ പ്രാർത്ഥനയാണോ? പ്രാർത്ഥന. പണ്ടൊരു കൺവെൻഷൻ നടക്കുമ്പോ ഈ യോഗത്തിന് അനുഗ്രഹത്തിനായി രണ്ടുപേര് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. കൺവെൻഷനാണ്. പെട്ടെന്ന് ഒരാൾ തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് ചൈന, ഇംഗ്ലണ്ട്, ജപ്പാൻ, ജർമ്മനി, തായ്ലാന്റ് വഴിയൊക്കെ കറങ്ങി വന്നപ്പോഴേക്കും മറ്റേയാൾ പ്രാർത്ഥിക്കാൻ ഇങ്ങനെ എക്സർസൈസ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ കേരളത്തിലെ രീതികളാണ്. അപ്പൊ അവസാനം മൈക്ക് ഓഫ് ചെയ്താണ് ആദ്യം പ്രാർത്ഥിച്ച പുള്ളിനെ വലിച്ചെടുത്തത്. അത് കഴിയുമ്പോ ഇങ്ങനെ സമയം കൊടുത്തില്ല. കാലവെച്ചാണ് പ്രസംഗിക്കുന്നത്. സ്റ്റേജിന്റെ പുറകിൽ ഭയങ്കര മീറ്റിംഗ് കഴിഞ്ഞപ്പോ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഇങ്ങനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചില്ല, അതാണ് പ്രശ്നം. അപ്പൊ അച്ഛൻ പറഞ്ഞു ഇത്രയും പ്രാർത്ഥന ധീരന്മാർ ഈ നാട്ടിലുണ്ട്, ഈ സഭ മാനിക്കപ്പെടും. എന്റെ മകനെ നമുക്ക് ഒരുമിച്ച് രാത്രി കൂടെ പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയുടെ രഹസ്യത്തിലുള്ള പ്രാർത്ഥനയാണ്. നിങ്ങളത് പഠിക്കുക. പ്രാർത്ഥനയുടെ രഹസ്യ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന ആരും കാണണ്ട, നിങ്ങളുടെ ശുശ്രൂഷ ആൾക്കാർ കണ്ടാൽ മതി. ഒരു വർഷം രഹസ്യമായി ഞങ്ങൾ പ്രാർത്ഥിച്ചതിന്റെ റിസൾട്ട് പിന്നത്തേത് ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ പരസ്യമായി ദൈവം വെളിപ്പെടുത്താനിടയായി. യേശു സ്നാനമേറ്റ് പ്രാർത്ഥിച്ചു, സ്വർഗം തുറന്നു. സ്വർഗം തുറന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രാർത്ഥന നിർത്തും. ഞാൻ പ്രാർത്ഥിച്ചു, സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാ പ്രാവ് പോലെ വന്നു, ആത്മനിറവുണ്ടായി. അതോടെ പ്രാർത്ഥന കഴിഞ്ഞു. ചിലർക്ക് ചില വഴികൾ തുറന്നു കഴിഞ്ഞാൽ പ്രാർത്ഥന നിർത്തും. പക്ഷെ യേശു പ്രാർത്ഥന നിർത്തിയില്ല. സ്വർഗം തുറന്നു അറിഞ്ഞപ്പോൾ അടുത്ത പ്രാർത്ഥനയ്ക്കുള്ള വട്ടക്കൂട്ടലായി 40 ദിവസം പ്രാർത്ഥിക്കാൻ, രഹസ്യമായി പ്രാർത്ഥിക്കാൻ യേശുവിന്റെ പ്രാർത്ഥന മുഴുവൻ രഹസ്യവും, യേശുവിന്റെ വാക്കുകളെല്ലാം പരസ്യവുമായിരുന്നു. അതാണ് praying faith and saying faith. പ്രാർത്ഥന രഹസ്യത്തിലും പ്രവർത്തനം പരസ്യത്തിലും. നമുക്ക് വേണ്ടത് പ്രാർത്ഥന പരസ്യമായും പിന്നെന്താ വിശ്വാസം പറയില്ല, ഒറ്റയ്ക്ക് ആരും കേൾക്കാൻ. നമുക്ക് പരസ്യമായിട്ട് ചിലത് പറയാനുള്ള കല്യാണമില്ല. അതൊന്ന് തിരിഞ്ഞു വരാൻ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചാൽ മതി. എന്തിവിടെ പ്രസംഗിക്കപ്പെടുന്നുവോ അതിന്റെ റിസൾട്ട് ഇവിടെ റിലീസാണ്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവ് അതിന്റെ വിടുതലുകൾ ചില ഹൃദയങ്ങളിൽ ചെയ്തിട്ടുണ്ട്. ഈ വചനങ്ങൾ ചില ഹൃദയത്തിൽ തൊടേണ്ടവരെയൊക്കെ പരിശുദ്ധാത്മാവ് എല്ലാവരെയും തൊടണമെന്നില്ല. എല്ലാവരെയും തൊടുവാൻ ദൈവമക്കൾ പ്രാർത്ഥിക്കുക. യേശു പ്രാർത്ഥിച്ചു. യേശുവിന്റെ പ്രാർത്ഥന അതുകൊണ്ട് തീർന്നില്ല. യേശു ശിഷ്യന്മാർ താന്താന്റെ വീട്ടിലേക്ക് പോയി, യേശുവോ ഒലിവ് മലയ്ക്ക് പോയതൊരു വാക്യം. എല്ലാവർക്കും പോകാൻ ഇടമുണ്ട്. പക്ഷെ യേശു പ്രാർത്ഥിക്കാൻ നിർജ്ജന പ്രദേശത്തേക്ക് പോയി. യേശു അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ പോയി. രാത്രി മുഴുവനും അവൻ 12 പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് 12 പേരെ തിരഞ്ഞെടുത്തു. ഓരോ വ്യക്തികൾക്കും 1 മണിക്കൂർ വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ഈ പറയുന്ന വാക്കുകളെല്ലാം ഹൃദയത്തിൽ കിടക്കട്ടെ. നമ്മൾ ഒരാൾക്ക് വേണ്ടി 1 മണിക്കൂർ ചെലവാക്കിയാൽ ആ വ്യക്തി എഴുന്നേൽക്കും. ആ വ്യക്തിയെ ദൈവം എഴുന്നേൽപ്പിക്കും. യേശു എല്ലാം പ്രാർത്ഥനയിലൂടെയാണ് ചെയ്തത്. യേശു പ്രാർത്ഥിച്ചിട്ടാണ് ചെയ്തത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം വന്നപ്പോൾ യേശു 5 അപ്പം 5000 കൊടുത്തു പരസ്യമായി. ഉടനെ യേശുവിനെ പിടിച്ചവര് രാജാവാക്കാനായിട്ട് പോയി. പെട്ടെന്ന് അവൻ അവിടെ മാറിപ്പോയി. ശിഷ്യന്മാരോട് പറഞ്ഞ് അക്കരയ്ക്ക് പോയിക്കോളാൻ പറഞ്ഞു. സന്ധ്യയായി. യേശു തനിയെ ബൈബിളിലെ മനോഹരമായ ചില ഭാഗങ്ങളുണ്ട്. യേശു തനിയെ. നമുക്ക് തനിയെ ഇരിക്കുന്നത് ഇഷ്ടമാണ്. യേശുവിന്റെ പിതാവിന്റെ കൂടെ ഇരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഉപവാസത്തിൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം, തിരക്കുകളെല്ലാം ഒഴിവാക്കി നിങ്ങളുടെ രാത്രികളിൽ തനിയെ ദൈവത്തോടു കൂടി ഇരിക്കാമോ? നേരം വെളുക്കുന്നതിനുള്ളിൽ ചില വ്യത്യാസങ്ങൾ നിങ്ങൾക്കുണ്ടാകും. ഈ വൈകിട്ടത്തെ 2 മണിക്കൂർ കൊണ്ട് എന്ത് നടക്കാനാണ് എനിക്ക്
ബാക്കിയുള്ള സമയത്തേക്കുള്ള പ്രചോദനമാണ് ഈ 2 മണിക്കൂർ കൊണ്ട് കിട്ടുന്നത്. ബാക്കി 22 മണിക്കൂർ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യണം. ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. യേശു തനിയായിരുന്നു. ശിഷ്യന്മാരെ കുറിച്ച് വായിക്കുന്നു, അവർ അക്കരയ്ക്ക് പോവുകയാണ്. അവർ തണ്ട് വലിച്ചു തുഴഞ്ഞു. അവർ തുഴഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അവർ കുഴഞ്ഞു. പ്രാർത്ഥിക്കാത്തവർ കുഴയുന്നു. യേശു ഇരുന്ന് ദൈവ സാന്നിധ്യത്തിൽ നിറയുന്നു. അർദ്ധരാത്രിയിൽ യേശു അവന്റെ അടുക്കൽ ചെന്നു. അതായത് യോഹന്നാൻ 6:21 വായിക്കുമ്പോൾ യേശു അവരുടെ അടുക്കലെത്തി. അവർ അർദ്ധരാത്രിയിൽ കടലിന് നടുക്ക. എത്ര തുഴഞ്ഞിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അങ്ങനെ പലരും ഇതിനകത്തുണ്ട്. എത്ര ശ്രമിച്ചിട്ടും നമ്മുടെ യേശുവിന്റെ ശിഷ്യന്മാർക്ക് ഉണ്ടായിരുന്നു. അത് തന്നെ നമുക്ക് സ്വന്തം കഴിവുകൊണ്ട് തുഴഞ്ഞാൽ നീ കുഴയും. എന്നാൽ കർത്താവ് വന്നാൽ 6:21 വായിക്കുമ്പോൾ യേശു കടലിന്റെ മീതെ നടന്നവിടെ വന്നു. യേശു ആണെന്ന് അറിഞ്ഞപ്പോൾ അവർ അവനെ, അതിനകത്ത് കൊടുത്തിരിക്കുന്ന വാക്യം, അവർ അവനെ പടകിൽ കയറ്റുവാൻ ഇച്ഛിച്ചു. അടുത്ത വാക്യം, ഉടനെ പടക് അവർ പോകുന്ന ദേശത്തെത്തിപ്പോയി. പടക് എവിടെയാണ്? കടലിന്റെ നടുക്കാണ്. തുഴയുന്നോറുകൾ കറങ്ങുകയാണ്. പക്ഷെ യേശു കയറി ഉടനെ യേശു കയറി ഉടനെ ആക്സിലറേഷൻ, ആത്മീകമായ ഒരു കുതിപ്പ്. അതായത് 10 വർഷം കൊണ്ട് നടക്കേണ്ടത് ഈ 2013 തീരുന്നതിനുള്ളിൽ നടക്കുമെന്ന് തിരുസഭയുടെ മുമ്പാകെ ഞാൻ വിളിച്ചു പറഞ്ഞ എന്നോട് സഹകരിക്കുവാൻ ദൈവം ചെയ്തിരിക്കും. നമ്മൾ ദൈവം ചെയ്യുന്നവരാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ളൂ. പ്രാർത്ഥിക്കുന്ന യേശു, രാത്രിയെ പകലാക്കുന്ന യേശു, പ്രാർത്ഥനാത്മാവിൽ നിറഞ്ഞു നിൽക്കുന്ന യേശു പടകിൽ കയറിയാൽ കറങ്ങുന്നവർ പോലും വേഗത്തിൽ. അതിന്റെ അർത്ഥം നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് പ്രാർത്ഥിക്കാനുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഉഴപ്പാന്നിരിക്കട്ടെ. കുറെ സിനിമയും കണ്ട് സീരിയലും കണ്ട് ധാരമില്ല. ഈ ഒരുത്തരെ ഓർത്ത് ഇതിന് വേഗത്തിൽ ദൈവം കൊണ്ടുപോകും. ചിലപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടില്ല. അതാണ് ഞങ്ങളുടെ പോരാട്ടത്തിന്റെ കാര്യം. ഒരു പോരാട്ടവും നടക്കത്തില്ല. നിന്നിലാണ് കർത്താവ് വരുന്നത്. നിന്റെ വീട്ടിലെ കർത്താവ് വരുന്നത്. നീ ദൈവത്തിന്റെ മന്ദിരമാണ്. വിശ്വസിക്കുന്നത് കൈകാണിച്ച് ഭാവിച്ച് വിശ്വസിക്കുക. വിശ്വാസത്തെ കുതിക്കരുത്. പ്രാർത്ഥിക്കുന്ന വിശ്വാസം. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ 15 കൊല്ലം ശേഷം നടക്കേണ്ടത് ഈ വർഷം തീരുന്നതിനുള്ളിൽ നടക്കും. ഞാൻ അങ്ങനെ കുറെ കാര്യം പിടിച്ചു വയ്ക്കുന്നു. ഒത്തിരി കാര്യം പിടിച്ചു വയ്ക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ ആയുസ് വയസ്സാം കാലത്ത് കുറെ നന്മ കണ്ടിട്ട് ഭണ്ഡാരം പറഞ്ഞ പോലെ അവർക്ക് എന്തിന്റെ കുറവാ? കാറായി, വീടായി, ഷുഗറായി, പ്രഷറായി, ഇതെല്ലാം ആയിട്ട് നമുക്ക് കുറെ നന്മ കിട്ടിയിട്ട് എന്തിനാ? നമ്മുടെ ഈ നല്ല പ്രായത്തിൽ തന്നെ കുറെ നന്മകൾ കാണും. നമ്മൾ കുറെ അധ്വാനിച്ചിട്ടല്ല നമ്മുടെ കുറെ നന്മകൾ കാണേണ്ടത്. അപ്പൊ ദൈവത്തിന് മഹത്വമില്ല. നമ്മുടെ കറക്കത്തിന്റെ നടുവിൽ ഒരത്ഭുതം നടക്കും. ആരും നമ്മെ സഹായിക്കാൻ ഇല്ലാത്തപ്പോൾ ഒരു വലിയ അതിശയം നടക്കണം. അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കുവാൻ കർത്താവിന്റെ ആത്മാവ് ഇന്ന് രാത്രി ഭാവിച്ച് പ്രാർത്ഥനയുടെ ആത്മാവിൽ നടന്ന് സ്വീകരിക്കുക. പ്രാർത്ഥന രീതിയിൽ മാറുക.
ബൈബിൾ ഒത്തിരി സ്ഥലത്തുണ്ട് പെട്ടെന്ന് നടന്നത്. അഹ്റോന്റെ വടി തളർത്തത് എത്ര നാൾ കൊണ്ടാണ്? 6 മാസം 4 മാസം കൊണ്ടാണ്. അല്ല, സന്ധ്യാസമയത്ത് കൊണ്ടുവന്ന് വെച്ചു. നേരെ വെളുത്തപ്പോൾ തളർത്ത് പോത്തു വരാൻ കഴിച്ചു. നിന്റെ ദൈവത്തിന് മാനിക്കണം. നിന്റെ പേരെഴുതിയ വടി തളിർക്കണമെങ്കിൽ ബുദ്ധിപരമായി നോക്കിയാൽ വർഷങ്ങൾ വേണം. ഒരു ബദാമിന്റെ കൊമ്പ് കുഴിച്ചിട്ട് വെള്ളമൊഴിച്ച് വളർന്ന് തളിർത്ത് കുറെ നാൾ കഴിഞ്ഞപ്പോൾ പൂത്ത് പിന്നെ കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ബദാം കായ്ച്ചു. 5-6 വർഷങ്ങൾ കൊണ്ട് നടക്കേണ്ടത് പെട്ടകത്തോട് ചേർന്നിരുന്നപ്പോൾ ദൈവ സാന്നിധ്യത്തിന് കൊണ്ടുവന്ന് വെച്ചപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അതുപോലെ 23 ദിവസം പരിശുദ്ധാത്മാവിൽ ദൈവ സാന്നിധ്യത്തിൽ അന്യ ഭാഷയിൽ ആലോചിച്ചു സ്തുതിച്ചു വിളിക്കുന്നവരെ നിങ്ങളുടെ നല്ല പ്രായത്തിൽ പരിശുദ്ധാത്മ പറയുന്നു, നിങ്ങളുടെ നല്ല പ്രായത്തിൽ ദൈവം അത് ചെയ്യും. ദൈവം അത് ചെയ്യും. നിങ്ങൾക്ക് വിശ്വസിക്കാൻ എന്റെ അനുഭവങ്ങൾ പറയുന്നത് രാത്രി സമയം എടുക്കുന്നില്ല. നാളേക്ക് ഞാൻ പറയാം. കേരളത്തിലെ ഏറ്റവും നല്ല ചർച്ച 20 മാസം കൊണ്ട് വെച്ചു. ഒരു പിരിവുമില്ല, ഒരു കുറ്റി അടിച്ചില്ല. 2,10,00,000 രൂപ മുട്ടയിലിരുന്ന് പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും പണി നടക്കുമ്പോൾ 1,00,000 രൂപ വേണം. എല്ലാ ദിവസവും പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ഞാൻ ചർച്ചിന്റെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ചർച്ചിന്റെ പണി നോക്കുന്ന സഹോദരന്മാരുടെ കയ്യിൽ ഞാൻ 1,00,000 രൂപ കൊടുക്കും. 20 മാസം കൊണ്ട് 2,10,00,000 രൂപ കിട്ടിയത്. നമ്മുടെ പിതാക്കന്മാർക്ക് മഞ്ഞ പെയ്യുന്നത് എന്താണെന്ന് അത് ഞാൻ കണ്ടു. അന്ന് മഞ്ഞയായിരുന്നു, ഇന്ന് എനിക്ക് മഞ്ഞ വേണ്ട. ചർച്ചിന്റെ പണിക്ക് മഞ്ഞ പെയ്തിട്ട് എന്നാ ചെയ്യാൻ? ഞാൻ പറയാറുണ്ട്, ഇസ്രായേൽ മക്കള് കോട്ടയംകാരായിരുന്നു. എന്താ മോശ ഇത് എന്നാ? അപ്പൊ മോശ ഇതാണ് മഞ്ഞ. എന്നാ മഞ്ഞ? ഞങ്ങൾ എറണാകുളക്കാരാണ്, ഭാഷ പെയ്യും. ദൈവം പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പെയ്യിക്കും. ഇതിങ്ങനെ പെയ്തു വരും. ഭൗതികമെന്ന് പറയുന്നത് പെയ്താണ്. നിന്റെ ജോലി നഷ്ടപ്പെട്ടത് ഒരു വിഷയമല്ല. നിന്റെ ജോലിയിൽ പഴയതുപോലെ പുരോഗതി ഇല്ലാത്തതും വിഷയമല്ല. പഴയതുപോലെ നിനക്ക് ആരോഗ്യമില്ല, അത് വിഷയമല്ല. പക്ഷെ ദൈവം നിന്നെ വിളിച്ചത് മാനിക്കാനാണെങ്കിൽ ഒരു വഴി അടഞ്ഞാൽ അനേക വഴികൾ ആദ്യമായിട്ട് ഒരു CD ഇറക്കി. നല്ലതേ വരികയുള്ളൂ, അതാണ് പാട്ട്. എന്തു വന്നാലും ഏതു വന്നാലും നല്ലതേ വരികയുള്ളൂ. ജപ്തി വന്നാലും സ്വത്തു പോയാലും നല്ലതേ വരികയുള്ളൂ. രോഗം വന്നാലും ക്ഷീണം വന്നാലും നല്ലതേ വരികയുള്ളൂ. നല്ലതേ 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 വരികയുള്ളൂ. എനിക്ക് നല്ലതേ 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 വരികയുള്ളൂ. ഭാഷ കണ്ടുപിടിച്ചവൻ വളരെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ CD ഇറക്കി 50,000 രൂപ കടം മേടിച്ചു. അബ്രഹാമിന്റെ വിശ്വാസത്തിൽ ഇറങ്ങിയ അബ്രഹാം തന്റെ അവിശ്വാസത്തിൽ ഉണ്ടായ ഇസ്മായേല് പോലെ എനിക്കുണ്ടായ CD-യാണ്. കടം മേടിച്ച് വിശ്വാസം പ്രസംഗിച്ചിട്ട് ഞാൻ പോയി കടം മേടിച്ചിട്ട് ഒരു CD ഇറക്കി. എന്നിട്ട് ഞാൻ പറയും നല്ലതേ വരികയുള്ളൂ. എല്ലാ സഭയിലും കൊണ്ടുവന്ന് 50 CD വെച്ച് കൊടുത്തു. ഒറ്റ പാസ്റ്റർമാരും കാശ് ഇന്നും ആ പാസ്റ്റർമാർ എന്നെ കാണുന്നത്. പക്ഷെ ഞാൻ ഈ പണത്ത് നിർത്തിയില്ല. ഞാനെന്ത് ചെയ്തു? ഒരിക്കൽ കോട്ടയത്ത് ടാഗോർ ചർച്ചിന്റെ സജിയാൻഡ്രൂസ് പാസ്റ്ററിന്റെ ചർച്ചിന്റെ കൺവെൻഷന് പ്രസംഗിക്കുകയാണ്. ഞാൻ അവിടെ നിന്നത് ഒരു ഗ്രാമമാണ്. ഞാൻ അവിടെ ഒറ്റയ്ക്ക് ഡാൻസ് കളിച്ചു. ബന്ധുക്കോസുകാരല്ലേ, വലിയൊരു അല്ലെങ്കിലും പറയും. ഞാൻ കണ്ണു ഒറ്റയ്ക്ക്. എന്നാൽ എന്റെ കർത്താവിന് ഞാൻ
കാഴ്ച കണ്ടിട്ട് ഒരാള് റോഡ് സൈഡിലാണ് കാറ് റബ്ബർ തോട്ടത്തിലോട്ട് മാറ്റി കാറിനകത്തിരുന്ന് ഒരാളത് കേട്ടു. സംഭവം പോയി 3-4 വർഷം കഴിഞ്ഞു. എറണാകുളത്ത് വെച്ച ആ മനുഷ്യനെ ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞു, എന്റെ പേര് ജോഷി എന്നാണ്. പുള്ളി വളരെ നല്ല 4 കൊല്ലത്തിന് മുമ്പ് റോഡ് സൈഡിൽ ഒറ്റക്ക് ചാടിയില്ലേ? അന്ന് ഞാൻ കണ്ടു. നിങ്ങൾക്ക് അറിയാമോ? അടുത്തത് കേട്ടോ, 10 ലക്ഷത്തിന് ഒരു ചെക്ക് എടുത്തതിന്റെ കയ്യിലുണ്ട്. അന്ന് ദൈവം ഞാൻ വാവിട്ട് കരഞ്ഞു. അന്ന് ഞാൻ തീരുമാനമെടുത്തു, CD ഇനി ഇറക്കിയാൽ കാശ് മേടിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്കെല്ലാം ഫ്രീ. എനിക്കൊരു സ്റ്റുഡിയോ ആണ്. സ്റ്റുഡിയോ 1000 പേർക്ക് ഇരിക്കാം. അക്കോസ്റ്റിക് സൗണ്ട് പ്രൂഫ് ആണ്. എല്ലാ ഡോറും ഓട്ടോമാറ്റിക്. എന്റെ ക്ലോസർ വരെ ജർമ്മനിയിൽ ബന്ധിച്ചു. ശബ്ദമൊന്നും വെളിയിൽ പോകുന്നില്ല. എന്റെ ഡോറിൽ വിൻഡോസ് ഒക്കെ തുറന്നാൽ കാറിന്റെ ഡിക്കി തുറക്കുന്നതിന് തന്നെ തുറന്നു. ഇതൊന്നും കേരളത്തിൽ ആരും ചെയ്തില്ല, ഞാനും കണ്ടിട്ടില്ല. മുട്ടയിലിട്ട് പ്രാർത്ഥിച്ച കർത്താവ് നീ എന്ത് ചെയ്യുന്ന അവരുടെ പൈസ തരാമോ? എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. പ്രാർത്ഥിക്കാത്തവന്റെ ജോലി എന്താണ്? നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങൾ പിരിവെടുക്കണം, ഞങ്ങളോട് സമപണിയാൻ പോയില്ല. ഒരു ബുദ്ധിമുട്ടില്ല. ഒരുത്തന്റെ കർത്തമുഖം കാട്ടി വന്നില്ല. കർത്താവ് ആവശ്യം പോലെ കൈകൾ വെച്ച് കർത്താവ് ഇത് പഠിപ്പിക്കാനാണ് ദൈവം ഇവിടെ കൊണ്ടുവന്നത്. ഇത് പഠിപ്പിക്കാനാണ്. നിങ്ങൾ എന്ത് കേൾക്കുന്നു അത് സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പ്രാർത്ഥിച്ചിട്ട് സ്റ്റേജിൽ നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആകത്ത് കയറണം. പ്രാർത്ഥനയ്ക്ക് പകരം വേറെ ഒന്നുമില്ല. ഒരിക്കൽ ബില്ലിഗ്രാമിനോട് ചോദിച്ചു, വിജയകരമായ ജീവിതത്തിൽ എന്ത് ചെയ്യണം? അദ്ദേഹം പറഞ്ഞു, എഴുതിക്കോ 3 പോയിന്റ്. 1 പ്രാർത്ഥന, 2 പ്രാർത്ഥന, 3 പ്രാർത്ഥന. ചേർന്ന് എഴുതി ശ്രദ്ധിച്ചേ. കണ്ടീഷൻ എങ്കിൽ എയർ കണ്ടീഷൻ. പ്രാർത്ഥിക്കുന്നവർ ചരിത്രം ചമയ്ക്കും. എന്റെ കൃഷിയിൽ ഇറങ്ങിയത് ബിജു മാത്രമല്ല, അങ്ങനെ ഇറങ്ങിയവരെല്ലാം ഇന്ന് 500, 600, 700 പേരുള്ള സഭയിലൊക്കെ പാസ്റ്റർമാരാണ്. ഞാൻ അവർക്ക് കൊടുത്തത് എന്റെ അനുഭവങ്ങൾ പ്രാർത്ഥനയിൽ ചാലിച്ചവർ കൊടുത്തു. ഇന്ന് ഞാനിവിടെ മൈക്ക് കൊണ്ട് പറയുന്നത് അവരെ എന്റെ മുറിയിൽ ഇരുത്തി പറഞ്ഞു കൊടുത്തു. അന്ന് എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല. അന്ന് അവിടെ ഇരുന്ന് പറഞ്ഞത് പ്രയോജനപ്പെട്ടത് കേട്ടപ്പോ മനസ്സിലായപ്പോ പ്രയോജനപ്പെട്ടതൊന്നും മറച്ചു വെക്കരുതെന്ന് ആഗ്രഹിച്ച് ഞാൻ മൈക്കിൽ കൂടി പ്രസംഗമായിട്ട് പറയുന്നു. അത്രേ ഉള്ളൂ. അത് പ്രത്യേകത ഒന്നുമില്ല. ഒരാളോട് പറഞ്ഞതായി നിങ്ങളോട് പറഞ്ഞു, പ്രയോജനപ്പെട്ടു. പണ്ട് എന്റെ വിചാരം നല്ല പ്രാസവും ഉപയോഗിച്ച് പ്രസംഗിച്ചാൽ അതാണ്. അപ്പൊ തിരുവട്ടാർ കൃഷ്ണൻകുട്ടിയുടെയൊക്കെ പ്രസംഗം നടക്കുമ്പോ പുള്ളിയുടെയൊക്കെ മുമ്പിൽ ആൾക്കാരിക്കും. ഞാൻ കുറെ കൈ തുടങ്ങിയ ഇങ്ങനെ ഉണ്ടാക്കി പ്രസംഗിക്കാൻ തുടങ്ങി. ഒരെണ്ണം ഗുണം പിടിക്കുന്നില്ല. എന്താണ്? മണ്ണിൽ നിന്ന് മരത്ത് കയറി കല്ലുമണ്ണ് വാരിയെടുത്ത് മണ്ണിൽ കൊണ്ടുവന്ന മനുഷ്യനെ കാണിച്ച് മതിമണം ആരാധിക്കുന്ന മനുഷ്യ. എല്ലാവരും ഉറങ്ങുന്നു. ചില മരങ്ങൾ എല്ലാം ഉറക്കുക. പക്ഷെ അന്ന് മനസ്സിലായി, നിന്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ ഞാൻ നിനക്ക് തന്ന വചനം നീ പറഞ്ഞോ, ഞാൻ ചെയ്യേണ്ടതെല്ലാം ഞാൻ ചെയ്യും. ഞാൻ നീ നിങ്ങളുടെ പുറപ്പെടുന്ന വചനം അതിന്റെ കാര്യം സാധിക്കാതെ പ്രാർത്ഥിക്കുക. അതിന് പകരം വേറെ ഒന്നുമില്ല. 10 മണിയല്ലേ സമയം? ഞാൻ കർത്താവിന്റെ വേലക്കിറങ്ങിയ എന്റെ കാരണം ഒരു രാത്രി 2 സഹോദരിമാർ മാനസിക രോഗികളായി. ബാക്കി സാക്ഷ്യം ഞാൻ പറയാം. അന്ന് വാവിട്ട് കഴിഞ്ഞ ആ രാത്രി ദൈവമേ, ഒരു രാത്രി 2 പേർ മാനസിക രോഗികളായി. ഭൂതബാധയാണ് എന്റെ ഭവനത്തിൽ. ഞാനത് ജോലി ചെയ്യുന്ന കാലം
ഞാൻ അന്ന് കരഞ്ഞു. ദൈവമേ, അന്ന് രാത്രി ഒരുത്തി എന്റെ ഷർട്ടെല്ലാം വലിച്ചിട്ടു. വേറെ ഒരുത്തിയാണെങ്കിൽ വേറെ രീതിയിൽ കരയുന്നു. രണ്ടിനും ഒരു മുറിയിലിട്ട് കൂട്ടി. നേരെ വെളുക്കുമ്പോൾ ലോകം അറിയരുത്. രാത്രിയാണ്, ഒരു അലർച്ചയായി എന്തോ ഒരു പേടിച്ചു. 3 മാസം പിശാചി രാത്രി എന്റെ അടുത്ത് വന്നിട്ട് പറയും, നിന്റെ ഈ കുടുംബത്തെ നശിപ്പിച്ചു കളയും. ഞാൻ ശാസിക്കുന്നത് മാറും. പിന്നെയും വരും. നിങ്ങൾക്കൊരു സ്വപ്നം പോലെ ഒരു കത്തോലിക്ക കുടുംബത്തിൽ നിന്ന് വന്നവനെ കർത്താവിന്റെ വേലക്കാരനാക്കണമെങ്കിൽ കർത്താവ് ഇത്രയൊക്കെ ചെയ്യണം. പിശാചി പറഞ്ഞു, നാളെ എന്റെ 2 സഹോദരിമാരെ ഭ്രാന്തികളാക്കി ചങ്ങലക്കിടും. പോരാന്ന് പറഞ്ഞു. എനിക്ക് ആ സമയത്ത് എന്തൊരു ധൈര്യം കിട്ടി. അഭിഷേകം പ്രാപിച്ചതിന് ശേഷം പോരാന്ന് പറഞ്ഞു. ഞാൻ നാട്ടിൽ അവധിക്ക് വന്നിരിക്കുകയാണ്. രാത്രിയാകുമ്പോൾ പിശാചി വെളിപ്പെടും. പിറ്റേ ദിവസം എന്റെ 2 സഹോദരിമാരും മാനസിക രോഗികളായി. ഒരുത്തി വെളിയിലോട്ട് ഇറങ്ങി ഓടി ഇരുട്ടത്തായിരുന്നു. ഓടിച്ചിട്ട് പിടിച്ച് മുറിയിൽ അടച്ചു. അടുത്തയാളും കരയാൻ തുടങ്ങി. അന്ന് രാത്രി ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ, ഒരാഴ്ചത്തേക്ക് ലീവിന് വന്നവരാണ് ഞാൻ. ഒരിക്കലും ഈ അന്തരീക്ഷത്തിൽ പോയി കഴിഞ്ഞാൽ എന്റെ കുടുംബത്തിന്റെ സ്ഥിതി എന്താണ്? അതുകൊണ്ട് ഞാൻ എന്റെ ഈ 2 സഹോദരിമാരെ നീ സൗഖ്യമാക്കിയാൽ ഞാൻ ഇന്നു മുതൽ നിന്റെ വേല ചെയ്യും. അല്ലെങ്കിൽ ഞാൻ ദൈവവേലക്ക് ഇറങ്ങത്തില്ല. എനിക്ക് പ്രസംഗിക്കുന്നതൊന്നും ഇഷ്ടമല്ല, പേടിയുമാണ്. നിങ്ങളൊക്കെ ഇപ്പൊ നോക്കുന്ന പോലെ അന്ന് നോക്കിയത് തലർന്ന് തടയുന്നു. നിങ്ങൾക്കറിയാമോ, അന്ന് രാത്രി 2 സഹോദരിമാരെ കർത്താവ് സൗഖ്യമാക്കി. നേരെ കർത്താവിന്റെ വേലക്ക് ഇറങ്ങി. കയ്യിൽ 5 പൈസയില്ല. തീരുമാനം എടുക്കും, തിരിച്ചു പോകാൻ പറ്റത്തില്ല. പാസ്റ്റർ എന്നെ പ്രാർത്ഥിച്ചു തുടങ്ങിയ ഒരു ബിസിനസ് എനിക്കുണ്ട്, നെർ ഇലക്ട്രോണിക്സ്, ഹെബ്ബാടി. എന്റെ സ്വന്തം ബിസിനസ്സാണ്. ടെലിവിഷൻ നന്നാക്കും, കമ്പ്യൂട്ടറുകൾ നന്നാക്കും. ഞാൻ എന്താ പഠിച്ചത്? ഇലക്ട്രോണിക്സ് ഡിപ്ലോമയാണ് ബാംഗ്ലൂരിൽ. പക്ഷെ ലീവിന് തിരിച്ചു പോകില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ അന്ന് എടുത്ത തീരുമാനത്തിൽ നിന്നു എന്റെ താക്കോലെടുത്ത് ബദേൽ ചർച്ചിലെ ഒരു ദൈവദാസന് ഫ്രീ ആയിട്ട് കൊടുത്തു. ഒരു ബിസിനസ്സുകാരൻ, കൊല്ലക്കാരെ സന്തോഷം. പിന്നെ കണ്ടിട്ട് പോലും എങ്ങനെ ജീവിക്കുമെന്ന് അറിയില്ല. പൈപ്പിലെ വെള്ളം കുടിച്ച് 15 രൂപയുടെ ബൈബിളുമായിട്ട് ഞാൻ 1 വർഷം നടന്നു. ഒരു നാരങ്ങ വെള്ളത്തിന് ഞാൻ കൊതിച്ചിട്ടു. പക്ഷെ കർത്താവ് പറഞ്ഞു, വഴിക്ക് നടക്കുമ്പോൾ പറയണ ബസ്സിൽ വരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പിന്നെ നടക്കുമ്പോൾ കർത്താവ് ഇടത്തും വലത്തുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നീ കാണുന്ന സ്ഥലത്തെല്ലാം ഞാൻ നിന്നെ ഉയർത്തും. കാണുന്ന ഗ്രൗണ്ടിന് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. രാത്രി മുഴുവൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. 1 വർഷം കഴിഞ്ഞപ്പോൾ പറവൂര്, വടക്കം പറവൂര് ചെറിയപ്പള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. നടന്ന് കാല് കളിച്ച് അവിടെ ഒരു ബസ് സ്റ്റോപ്പിൽ ഞാൻ എഴുതിട്ട് പറയും, കർത്താവ് എനിക്ക് നടക്കാൻ മേല, എനിക്ക് എന്തെങ്കിലും ഒരു മാർഗം. പൈപ്പിൽ വെള്ളം കഴിച്ച് മടുത്തു. കർത്താവിന്റെ വേലക്ക് ഇറങ്ങിയത് കൊണ്ട് രക്ഷിക്കപ്പെടാത്ത അപ്പന്റെ കയ്യിൽ നിന്ന് അപ്പന്റെ ചെലവിൽ ജീവിക്കുന്നത് തീരുമാനിച്ച് വീട്ടിൽ നിന്ന് 1 നേരം ഭക്ഷണം കഴിക്കും. 1 വർഷം പരിശോധനകൾ മാത്രം. എന്നാൽ അത്താണി, ചെറിയപ്പുള്ളി അത്താണി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിൽക്കുമ്പോൾ ഞാൻ ഒരു സ്വരം കേട്ടു, ഇന്നു മുതൽ നിന്റെ പോക്കറ്റ് കാലിയാകത്തില്ല. അന്ന് മുതൽ ഇന്ന് വരെ എന്റെ പോക്കറ്റ് കാലിയാകത്തില്ല. മഞ്ഞ പെയ്യുന്നത് എന്താണെന്ന് രാത്രി ദൈവമക്കൾ, അബുദാബിയിലുള്ള ദൈവമക്കൾ അറിയണം. നിന്റെ അധ്വാനമോ നിന്റെ സർട്ടിഫിക്കറ്റിന്റെ വെടുക്കുമല്ല നീ ഇവിടെ വരെ എത്തിയത്. ദൈവത്തിന്റെ കൃപയാണ്. പ്രശംസിക്കാനൊന്നുമില്ല. നാളെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പറയുന്ന വിശ്വാസം, പ്രാർത്ഥിക്കാൻ വിശ്വാസം വേണം. ഇന്ന് രാത്രി നിങ്ങൾ വീട്ടിൽ പോയാൽ ഒരു 2-3 മണിക്കൂർ ദൈവസന്നിധിയിൽ ഇരിക്കണം. മഹാപരിശുദ്ധന്റെ സ്തുതിക്ക് യോഗ്യനൊന്നും പറയണ്ട. എന്റെ അപ്പ ഇവിടെ പാടിയതുപോലെ, ഡാഡി, എന്റെ കർത്താവ്, ഈ അഭിസംബോധന ഒന്നും വേണ്ട എന്ന് കർത്താവ് അറിയാം. നിന്റെ വിഷമങ്ങളെല്ലാം നീ ചില കാര്യങ്ങളോടൊപ്പം ബൈബിളിൽ നിന്ന് ചില വാക്കുകൾ എടുത്തു പറഞ്ഞു. കഴിഞ്ഞ ദിവസം വന്ന ദൈവദാസം പറഞ്ഞ ദൂത് എടുത്തു പറ. പണ്ട് വേറൊരു ദൈവദാസം വന്നപ്പോ പറഞ്ഞത് പറ, ദൈവം എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ, പറ്റില്ലെന്ന് പറ, തരാതെ പറ്റില്ലെന്ന് പറ, ഞാൻ വിടത്തില്ലെന്ന് പറ. യാക്കോബ് പറഞ്ഞ പോലെ എന്നെ അനുഗ്രഹിക്കാതെ വിടത്തില്ല. അത് പഴയതും കൊണ്ട്
വിടുമെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കരുത്. വിടത്തില്ലെന്ന് പറഞ്ഞു. ഒറ്റപ്പെടുത്താൻ പിടിക്കും, കെട്ടിയാണ് പിടിക്കും, സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. കർത്താവ് ചെയ്തിരിക്കും. ഇന്ന് രാത്രി ദൈവാത്മാവിനെ എന്നോട് പറയാൻ ദൈവം നിന്നെ മാനിക്കും. നിന്റെ പ്രാർത്ഥനയുടെ സമയം കൂട്ടുകയല്ല, നിന്റെ പ്രാർത്ഥനയിൽ വിശ്വാസം കൂട്ടുവാൻ പരിശുദ്ധാത്മാവ് നിർബന്ധിക്കുന്നു. നിനക്ക് പ്രാർത്ഥനയില്ലെന്നല്ല, നിന്റെ പ്രാർത്ഥനയിൽ വിശ്വാസമില്ല. വിശ്വാസത്തോട് കൂടിയ പ്രാർത്ഥന ആകാശത്തെ അടച്ചു. വിശ്വാസത്തോട് കൂടിയ പ്രാർത്ഥന വീണ്ടും ആകാശത്തെ തുറന്നു. ഇന്ന് രാത്രി ഇവിടെ നിൽക്കുന്നവർ ലജ്ജിച്ചു പോകത്തില്ല, ലജ്ജിച്ചു പോകത്തില്ല. ദൈവാത്മാവ് പറയുന്നു, ലജ്ജിച്ചു പോകത്തില്ല. ചിലരോട് തവണയായിട്ട് തരാമെന്ന് പറഞ്ഞ് മേടിച്ച പണമില്ലേ, തിരിച്ചു കൊടുക്കാൻ കഴിയാതെ ലജ്ജിച്ചു നിൽക്കുന്ന വ്യക്തിയെ നീ ലജ്ജിക്കില്ല. ഒറ്റയടിക്ക് കൊടുക്കുവാനുള്ള വഴികൾ സ്വർഗം ചേർക്ക് വേണ്ടി തുറന്നു വരുന്നത് പരിശുദ്ധാത്മാവ് പറയുന്നു. പരിശുദ്ധാത്മാവേ, ഇവരുടെ മേൽ ഇപ്പോൾ പ്രാർത്ഥനയുടെ ആത്മാവ് വരട്ടെ. കൃപയുടെയും യാചനയുടെ ആത്മാവിനെ ഞാൻ യഹൂദാഗ്രഹത്തിന്മേൽ പകരുമെന്ന് പറഞ്ഞ കർത്താവേ, ഈ നിൽക്കുന്ന ജനത്തിന് മേൽ പ്രാർത്ഥനയുടെ ആത്മാവ് വ്യാപരിക്കട്ടെ. അല്പസമയം ദൈവത്തെ സ്തുതിച്ചേ. നിങ്ങളുടെ മേൽ വരട്ടെ, നിങ്ങളുടെ മേൽ വരട്ടെ, 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 വരട്ടെ. I release the power. I release the power. പ്രാർത്ഥനയുടെ ശക്തിയെ ഞാൻ റിലീസ് ചെയ്യുന്നു. എപ്പോഴും പ്രാർത്ഥിക്കാനുള്ള ചിന്ത, പ്രാർത്ഥിക്കാനുള്ള പദ്ധതി, പ്രാർത്ഥിക്കാനുള്ള വിശ്വാസം യേശുവിന്റെ നാമത്തിൽ ജനത്തിന്റെ മേൽ വരട്ടെ. വരട്ടെ, 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 വരട്ടെ. ഈ അഞ്ചാമത്തെ രാത്രി ഈ ജനത്തിന്റെ മേൽ ഈ കൃപ വന്നു കഴിഞ്ഞാൽ ഇവർ ചരിത്രം ചമയ്ക്കുന്നവരാകുമല്ലോ. ജോർജ് ജോൺസിനെ പോലെ, ജോർജ് മുള്ളറെ പോലെ ഈ തലമുറയ്ക്ക് ചിലരെ ആവശ്യമുണ്ടല്ലോ. അങ്ങനെയുള്ളവർ ഇതിനകത്ത് അങ്ങ് കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ ഒരുവരെ കണ്ടിരിക്കുന്നു എന്ന് ദാവീദിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഈ കൂട്ടായ്മയിൽ ചിലരെ ഈ തലമുറയ്ക്ക് അത്ഭുതമായി അങ്ങ് കണ്ടിരിക്കാൻ സ്തോത്രം. അവരുടെ ദാസന്മാരെയും വർഷിപ്പ് ടീമിനെയും ഇവിടെ വന്നിരിക്കുന്നു ഉപവസിക്കുന്ന പൂർണ്ണമായും ഭാഗികമായും ഉപവസിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുന്നു. സ്വർഗീയ കൃപയുടെ കലമുറകൾ യേശുവിന്റെ നാമത്തിൽ ഇവർക്കായി തുറക്കണം. പ്രാർത്ഥന മനുഷ്യരായി മാറും. യേശുവിൻ നാമത്തിൽ പിതാവേ, കൈകളെ തട്ടിക്കത്താവുന്ന നാളത്തെ മീറ്റിംഗ് ഇതേ ഹാളിൽ വെച്ചിട്ട് പാസ്റ്റർ ജോഷി ആരംഭിക്കുന്നത് സൂക്ഷിക്കുന്നതായിരിക്കും. നാം പ്രവർത്തിക്കുന്നു. ഒരു ആശീർവാദം വഹിക്കും. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുവിന്റെ കൃപയും ആശീർവാദങ്ങളുടെ പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും നമ്മളോട് പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിന്മേലും പ്രത്യേകിച്ച് കേട്ട വചനത്തിന്മേലും ഇന്നത്തേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. അറിയപ്പെട്ട കുഞ്ഞാടായ ക്രിസ്തുയേശുവിന് മാത്രം